ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൽ ട്രാവലിംഗ് വ്ളോഗിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ ട്രാവലിംഗ് വ്ളോഗിങ്ങിൽ ക്യാമറയും ഡ്രോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഡ്രോൺ ഞാൻ മേടിച്ചു. ആ ഡ്രോൺ അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഞാനൊരു ചാനൽ ഓപ്പൺ ചെയ്തതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് പറയാം. അത് ഒരുപാട് നമ്മൾ ട്രാവൽ വ്ളോഗ്, ഫുഡിൻ്റെ മറ്റങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകും. ആ യാത്രകൾ നമ്മൾ ഓൾറെഡി ഗോപ്രോയിലും നമ്മുടെ ക്യാമറയിലൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന വിഷ്വൽസാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നേ ഒരു ചാനലുണ്ടായിരുന്നു. ആ ചാനൽ ഇതായി കോപ്പിറൈറ്റ് വിഷയം വന്നു, അത് പോയി. പുതിയ ചാനലാണ്. അപ്പോൾ ആ ചാനലിൽ കുറച്ചും കൂടി ഒന്ന് കളറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സാധനം മേടിച്ചു. എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി ഒരു ഗോപ്രോ ഉണ്ട്, ഒരു ക്യാമറ ഉണ്ട്, കാനോണിൻ്റെ. ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാനോണിലാണ് ക്യാമറ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് പുതിയൊരു ഐറ്റം കൂടി ഉണ്ട്. സംസാരിച്ച് സമയം കളയണ്ട. ഇതാണ് DJI Mini 4 Pro. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത സാധനമാണ്. അപ്പോൾ ഇനി മുതൽ നമ്മളുടെ വീഡിയോയിൽ ഈ പുതിയ ചാനലിൽ ഇതും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവനിലൂടെ ആകാശത്തു കൂടി എങ്ങനെയാണ് നമ്മുടെ നാടും നഗരവും ഗ്രാമങ്ങളും വയലേലകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അധികം വീഡിയോസ് ഇങ്ങനെ ഇല്ല. ഒരുപാട് ആൾക്കാർ ഡെമോ ചെയ്ത് വീഡിയോ ഇടുന്നുണ്ട്. പക്ഷേ ഇതൊരു നമ്മുടെ ആകാശത്ത് കൂടി പറന്നു പോകുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കത് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളത് ആദ്യമായിട്ട് അങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ ഓപ്പൺ ചെയ്തതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാനിത് ഓപ്പൺ ചെയ്ത സാധനമാണ്. ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും കൂടി ഓപ്പൺ ചെയ്യണം. ഇതിൽ ആദ്യം വരുന്നത് ഒരു ബാഗാണ്. ഈ ബാഗിനകത്താണ് പ്രോഡക്റ്റ് ഉള്ളത്. അതിന് മുന്നേ ഞാൻ നമ്മുടെ സാൻഡിസ്കിൻ്റെ മെമ്മറി കാർഡ് വാങ്ങിയിട്ടുണ്ട്. 2 മെമ്മറി കാർഡ് വേണം ഇതിന് വേണ്ടിയിട്ട്. അത് 128 GB കിട്ടിയുള്ളൂ. ഞാൻ 256 ചോദിച്ചത്, കിട്ടിയില്ല. 128 GB ആണ്. 190 Mbps സ്പീഡാണ് വരുന്നത്. 2 കാർഡ് വരുന്നുണ്ട്. ഓൾറെഡി ഞാൻ കാർഡ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ അതിനകത്ത് ഇട്ടിരിക്കുകയാണ്. പിന്നെ ആമസോണിൽ നിന്ന് അതിന് ഡിസ്പ്ലേ ഉണ്ട്. ആമസോണിൽ നിന്ന് അതിൻ്റെ ഒരു സ്ക്രീൻ ഗാർഡ് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രോഡക്റ്റിലോട്ട് പോകും. ഇങ്ങനെ ഒരു ബാഗിലാണ് ഈ നമ്മുടെ ഡ്രോൺ വരുന്നത്, Mini 4 Pro. എന്താണ് ഇതിൽ Mini 4 Pro എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് Mini 2 ആയിരുന്നു. Mini 2-ൽ ഇതിനകത്തും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, Mini 2-ൽ അതിൻ്റെ കൺട്രോളറിൽ ഡിസ്പ്ലേ വരുന്നില്ല, മോണിറ്റർ വരുന്നില്ല. നമ്മുടെ മൊബൈൽ അതിനകത്ത് ഹോൾഡിൽ വെച്ചിട്ട് ആപ്പ് വഴിയാണ് നമുക്ക് ട്രാക്ക് ചെയ്യാനും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. ഓൾറെഡി അതിൽ വരുന്നതിൽ ഇതിനകത്തൊരു മോണിറ്റർ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അത് കാണിച്ചു തരാം. ഇതൊരു മോണിറ്ററാണ്. കവർ മാറ്റിയിട്ട് കാണിച്ചു തരാം. ഒരു മോണിറ്റർ ഉണ്ട്. മോണിറ്റർ ഡ്രോൺ കൺട്രോൾ ചെയ്യാൻ, ഡ്രോണിനെ കുറിച്ചുള്ള ഫങ്ഷൻസ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തോട് കൺട്രോൾ ചെയ്യാം. ഓക്കെ. 3 ബാറ്ററി വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് DJIയുടെ Mini 4 Pro ആണ്. 249 ഗ്രാമിനകത്താണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. ഇതിന് ലൈസൻസ് വേണ്ട. ഞാൻ ഓൾറെഡി കാണിച്ചു. ഒരു മോണിറ്ററുണ്ട്, കൺട്രോളറാണ്. ഇതിൽ വരുന്നത് ഫ്ലൈമോർ കോംബോയാണ്. ഫ്ലൈമോർ കോംബോയിലാണ്. എന്താണ് ഫ്ലൈമോർ കോംബോയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാഗ് വരും. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള ബാഗാണ്. വാട്ടർ പ്രൂഫാണത്. വാട്ടർ പ്രൂഫല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. Mini 2-ൽ ഒരു ബാറ്ററി ഉണ്ടാവുള്ളൂ. ഒരു ബാറ്ററി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഒരു ചാർജർ വരുന്നുണ്ട്. എക്സ്ട്രാ 3 ബാറ്ററി വരുന്നുണ്ട്. ആ കോംബോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു ചാർജറും വരുന്നുണ്ട്, എക്സ്ട്രാ 2 ബാറ്ററി, ടോട്ടൽ 3 ബാറ്ററി വരുന്നുണ്ട്. ഒരു ബാറ്ററിയിൽ അറൗണ്ട് 35 മിനിറ്റ്സ് വരെ ഫ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. 3 ബാറ്ററി ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഷൂട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഈ ബാറ്ററിയുടെ ചാർജർ എന്ന് പറയുന്നത് ഇതിൽ C ടൈപ്പാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇതിൻ്റെ ഔട്ടെന്ന് പറയുമ്പോൾ ഇത് പവർ ബാങ്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ പവർ ബാങ്കായിട്ട് ഉപയോഗിക്കാം. ഓക്കെ. ഇതാണ് അതിൻ്റെ ബാറ്ററി. ഇത് ഓൾറെഡി ഡ്രോണിനകത്ത് വരുന്ന ബാറ്ററിയാണ്. ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 3 ഒരുമിച്ച് എടുത്തതാണ് കേട്ടോ. ഇത് ഓൾറെഡി ഇതിൽ വരുന്നതാണ്. ബാക്കി 2 എക്സ്ട്രാ വരുന്ന 2 ബാറ്ററി. ഇതിലൊരു ബാറ്ററി, ഇതിലൊരു ബാറ്ററി, ഇവിടെ ഒരു ബാറ്ററി. അപ്പോൾ ഓക്കെ, ബാറ്ററി ഉണ്ട്. Mini 4 Proയിൽ ഫ്ലൈമോർ കോംബോയാണ്. ബാഗ്, ഒന്ന് എക്സ്ട്രാ 2 ബാറ്ററി വിത്ത് ചാർജർ. അത് കൂടാതെ ഇതിനകത്ത് എക്സ്ട്രാ 12 പ്രൊപ്പല്ലർ വരുന്നുണ്ട്.
ഡ്രോണിൻ്റെ പ്രൊപ്പല്ലറാണ്. ഇതൊന്നും എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി യൂട്യൂബിലൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. അതിനകത്ത് എക്സ്ട്രാ അങ്ങനെ 12 പ്രൊപ്പല്ലർ എക്സ്ട്രാ വരുന്നുണ്ട്. അത് വലിയൊരു ഉപകാരമാണ്. ഇത് കോമ്പോയിലുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ DJIയുടെ സൈറ്റിൽ കയറി എക്സ്ട്രാ നമുക്ക് ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ടി വരും. ഡേറ്റ കേബിളുണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ പ്രൊപ്പല്ലർ ചേഞ്ച് ചെയ്യാനുള്ള സ്ക്രൂ ഡ്രൈവർ വരുന്നുണ്ട്. നമ്മുടെ മെയിൻ ഐറ്റം ഇതാണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഇതാണ് നമ്മുടെ മിനി 2 വന്നിട്ട് അറൗണ്ട് 5 കിലോമീറ്റർ, 5 to 8 on 10-നകത്താണ് ഇതിൻ്റെ ഫ്ലൈയിങ് റേഞ്ച് കാണിക്കുന്നത്, ഡിസ്റ്റൻസ് കാണിക്കുന്നത്. പക്ഷേ മിനി 4-ൽ 20 കിലോമീറ്ററാണ് ഇതിൻ്റെ ഫ്ലൈറ്റ് ഡിസ്റ്റൻസ് വരുന്നത്. വലിയൊരു അഡ്വാൻറ്റേജാണ്, ദൂരം കൂടുതൽ കിട്ടുന്നുണ്ട്. ആൾട്ടിറ്റ്യൂഡ് മുകളിലോട്ട് ഉയരാനുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നത് 120 മീറ്ററാണ്. അത് മിനി 2 120 മീറ്ററാണ്. പക്ഷേ ഇത് അപ്ഡേറ്റ് ചെയ്യാം, അപ്ഡേഷൻ വരും, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് തന്നെ വളരെ പെട്ടെന്ന് അതിൻ്റെ ബാർ നീക്കി വെച്ച് കഴിഞ്ഞാൽ 500 മീറ്റർ വരെ, 1/2 കിലോമീറ്റർ വരെ ഹൈറ്റിലോട്ട് കയറ്റാൻ പറ്റും. അത് അപ്ഡേഷൻ വരുമ്പോഴേ വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട ഒരു പ്രോസസ്സാണത്. പിന്നെ എന്താണ് ഇതിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മുടെ വീഡിയോസ് നമ്മൾ റോഡിലൂടെയും മറ്റു പോകുന്നതിൻ്റെയൊക്കെ ഓൾറെഡി നമ്മൾ ഒരുപാട് കണ്ട് പഴക്കമുള്ളതാണ്. ആകാശത്തൂടെ പോകുമ്പോൾ നമ്മുടെ നാട്, നമ്മളുടെ വീട്, നമ്മുടെ നഗരവും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഭംഗി എന്നുള്ളത് വേറൊരു വ്യൂ തന്നെയാണ്. അപ്പോൾ അധികം യൂട്യൂബ് നേരത്തെ പറഞ്ഞ പോലെ അധികം യൂട്യൂബുകളിൽ അങ്ങനത്തെ വീഡിയോസ് ഇല്ല, ഉണ്ടെങ്കിൽ വളരെ ചെറുതായിട്ടേ ഉള്ളൂ. അതൊരു ചാനലായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നത് അധികമില്ല, വളരെ റെയറാണ്. അപ്പോൾ അതിനകത്ത് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മിനി 2 ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞില്ലേ, അത് വന്നിട്ട് സെയിം ക്യാമറ തന്നെയാണ്. 48 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. പക്ഷേ ഇത് 200 HD-യിൽ 200 FPS ഫ്രെയിം വരുന്നുണ്ട്, 200 ഫ്രെയിം പെർ സെക്കൻഡ്. അപ്പോൾ സ്ലോ മോഷനൊക്കെ ഭയങ്കര പക്കയായിട്ട് കിട്ടുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 30 FPS ആണ്. നമുക്ക് നോർമൽ ഷൂട്ട് ചെയ്യുന്നത് 30 FPS. പക്ഷേ ഞാൻ ഓൾറെഡി ഇതിനകത്ത് എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത് 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞത് 30 FPS ആണ്. നമുക്ക് നോർമൽ ഷൂട്ട് ചെയ്യുന്നത് 30 FPS. പക്ഷേ ഞാൻ ഓൾറെഡി ഇതിനകത്ത് എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത് 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഗുണം ക്ലാരിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും, ഭയങ്കര വല്ലാതെ വേറൊരു മോഡാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മുടെ മിനി 2-ൽ 30 FPS ഉള്ളൂ, 30 ഫ്രെയിം പെർ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഇത് 4K-ൽ 60, HD-ൽ 120, 120 or 100 or 120 ആണ് എൻ്റെ പറയുന്നത്. പിന്നെ HD-ലോട്ട് എന്ന് കഴിഞ്ഞാൽ സ്ലോ മോഷൻ 200 വരെ ഫ്രെയിം റേറ്റ് വരുന്നുണ്ട്. അത് അത്ര ചില സിറ്റുവേഷനിൽ നമുക്ക് സ്ലോ മോഷന് വേണ്ടി വരുമ്പോൾ, സ്പോർട്സ് ഏരിയകളിലൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും. അത് നമുക്ക് ക്രമേണ വഴിയെ നമ്മുടെ ചാനലിലൊക്കെ അതിൻ്റെ വീഡിയോസ് വരുന്നതാണ്. പിന്നെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമ്മളുടെ ബൂമറാങ് മോഡൽ, ഇങ്ങനെ സർക്കിളല്ല, ഇങ്ങനെ ഒരു ബൂമറാങ് മോഡലിൽ ഇങ്ങനെ നമ്മളെ പാൻ ചെയ്ത് നമ്മുടെ പിന്നെ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോലുള്ള ഒരുപാട് ഫങ്ഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഓരോ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ചെയ്ത് കാണിക്കാം. അതോടൊപ്പം നമ്മളുടെ നാടും നഗരവും നമ്മുടെ വീടും ലൊക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് ഇതിൻ്റെ കൺട്രോളർ, ഇതാണ് മോണിറ്റർ. മിനി 2-ൽ മോണിറ്ററില്ല. മൊബൈൽ ഇവിടെ നിന്ന് ഒരു ക്ലാമ്പ് വന്നിട്ട് ഒരു ഹോൾഡർ വരും, അതിൽ വേണം നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് വേണം പിന്നെ ഇത് ഉപയോഗിക്കാൻ. മൊബൈൽ ഒരു ആപ്പ് വഴിയാണ് ഇത് ഉപയോഗിക്കാൻ. ഇതിന് ഓൾറെഡി ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഡിസ്പ്ലേയിൽ നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ 2 ജോയ്സ്റ്റിക്ക് വരുന്നതാണ്. ജോയ്സ്റ്റിക്ക് ഇവിടെയാണ് അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ബാക്ക് സൈഡ് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ കസ്റ്റം 2 ബട്ടണുണ്ട്. നമ്മുടെ ഡ്രോണിൻ്റെ പോർട്രേറ്റ് മോഡിലോട്ടും ലാൻഡ്സ്കേപ്പ് മോഡിലോട്ടും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറയെ പോർട്രേറ്റ് മോഡിലോട്ട് എടുത്തിട്ട് ഷൂട്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് പോർട്രേറ്റ് മോഡിലോട്ട് ആക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതിൻ്റെ ഈ ഡ്രോണിലുള്ള ക്യാമറ പാൻ ചെയ്ത് പോർട്രേറ്റ് മോഡിലോട്ട് തിരിച്ച് ലാൻഡ്സ്കേപ്പ് മോഡിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതിനുള്ള ബട്ടൺസാണ് ഇവിടെ കാണുന്നത്. സൂം ചെയ്യാനുള്ള ബട്ടണുണ്ട്, ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള ബട്ടണുണ്ട്, ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടണുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ഈ സ്ക്രോൾ ചെയ്യുന്ന ഈ ബട്ടൺ എന്ന് പറയുന്നത് ക്യാമറ 180 ഡിഗ്രി താഴേക്കും 180 ഡിഗ്രി മുകളിലേക്കും നമുക്ക് ഇത് അങ്ങോട്ട് പാൻ ചെയ്യാൻ പറ്റും. ഓരോരുത്തരും ഡ്രോൺ ഉൾപ്പെടെ
നിൽക്കുന്ന ഡ്രോണ് എല്ലാ 360 ഡിഗ്രി ഡ്രോണ് റൊട്ടേറ്റ് ചെയ്യും. ഒരു സൈഡിലേക്ക് പോവും, അടുത്ത സൈഡിലേക്ക് പോവും, മുന്നോട്ടും ബാക്കിലോട്ടും പോവും. അതിന് ഡ്രോണിൽ അതിൻ്റേതായ സെൻസറുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ബാക്കിൽ 2 സെൻസർ വരുന്നുണ്ട്, ഫ്രണ്ടിൽ 2 സെൻസർ വരുന്നുണ്ട്, താഴെ ക്രാഷ് ലാൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി 2 സെൻസർ വരുന്നുണ്ട്. പിന്നെ റിമോട്ട് സെൻസ് ചെയ്യാനുള്ള ഒരു ഏരിയ ഇവിടെ വരുന്നുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. പിന്നെ കോംബോയിൽ വരുന്നതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഡ്രോണിനെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കവർ വരുന്നുണ്ട്. ഇത് സാധാരണ ഒരു സ്ട്രാപ്പ് വാങ്ങാൻ കിട്ടും, ഇങ്ങനെ ചെയ്യാൻ പറ്റും, ആമസോണിലൊക്കെ കിട്ടും. ഇത് കമ്പനി തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക് അല്ല എന്ന റബ്ബർ ഷെയ്ഡ് പോലെയുള്ള ഒരു സാധനമാണ്. ക്വാളിറ്റി ഉണ്ട്. ഇതിപ്പോൾ കമ്പനി തന്നെ വരുമ്പോൾ അതിൻ്റേതായൊരു അന്തസ്സുണ്ടല്ലോ. പിന്നെ ക്യാമറ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കപ്പ് വരുന്നത്. ഓക്കെ, അത് ഇളക്കി നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് ക്യാമറ. ഈ ക്യാമറ നേരത്തെ പറഞ്ഞ പോർട്രേറ്റ് മോഡിലോട്ടും അത് പാൻ ചെയ്ത് ലാൻഡ്സ്കേപ്പ് മോഡും പോർട്രേറ്റ് മോഡോട്ടും നമുക്ക് പാൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏത് ആംഗിളിലോട്ട് വേണം ഇതിൻ്റെ ക്യാമറ തിരിയും. പക്ഷേ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഡ്രോണിൽ ഇവിടെയാണ് ബാറ്ററി ഇടേണ്ട സ്ഥലം. ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഈ ക്യാമറ തൊടാൻ പാടില്ല. ക്യാമറ ഓഫ് ചെയ്തിരിക്കുമ്പോൾ നമുക്കിത് തൊടാം. പക്ഷേ ബാറ്ററി ഇട്ട് ഡ്രോൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ പിന്നെ നമുക്കറിയാം ഇതിനകത്ത് കംപ്ലീറ്റ് മോട്ടറാണ്, പല സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറ ഓൾറെഡി ഇട്ട് ഓണായി കഴിഞ്ഞാൽ ഈ ജിമ്പൽ ഇങ്ങനെ വെറുതെ കിടക്കില്ല. ഇതിപ്പോൾ ഓൾറെഡി ഇതിങ്ങനെ അനങ്ങുന്നുണ്ട്. മറ്റത് ജിമ്പൽ ട്രാക്ക് ചെയ്ത് തുടങ്ങും, ഫോക്കസ് ചെയ്ത് തുടങ്ങും, പ്രത്യേകം അനങ്ങാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഒരു കാരണവശാലും തൊടരുത്, കേടാകും. കേടായി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ DJI പ്രോഡക്റ്റുകൾക്കൊന്നും എൻ്റെ അറിവിൽ കേരളത്തിൽ ഡയറക്റ്റ് സർവീസ് ഇല്ല. സൂക്ഷിക്കുക. താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടും ഒടിയും. പിന്നെ അങ്ങനെ പെട്ടെന്ന് വീഴത്തൊന്നുമില്ല. അതിന് പറ്റിയ സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് ഈ ഡ്രോണിനെ ഒന്ന് ബാറ്ററി ഇട്ടിട്ട് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയാലോ. ബാറ്ററി ഇടാൻ പോവാണ്. ആക്ച്വലി ഞാനിത് ഇട്ടതാണ്, ബാറ്ററി ഇട്ട് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. എന്നാലും നമുക്ക് നോക്കാം. ഇതിൻ്റെ ബാറ്ററിയുടെ ബാക്കിലാണ് ഈ ഡ്രോണിൽ തന്നെ ബാറ്ററി ഇട്ടിട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഒരു മെമ്മറി കാർഡ് ഇവിടെ ഇടാനുണ്ട്. ഞാൻ 2 മെമ്മറി കാർഡ് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ. ഒന്ന് ഇതിനകത്ത് ഇടാനുള്ളത്, ഡ്രോണിൽ ഇടാനുള്ളത്, ഒന്ന് കൺട്രോളറിൽ ഇടാനുള്ളത്. കൺട്രോളറിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുക്കാം കൺട്രോളറിൽ. ഒക്കെ അത് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, അതിൻ്റെ ഡയറക്ഷൻ കാര്യങ്ങൾ. ഇപ്പോൾ ഡ്രോൺ എവിടെയും നഷ്ടപ്പെട്ടു പോയാൽ സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചു പോയാൽ കൺട്രോളറിനകത്ത് റെക്കോർഡാവും. നമുക്ക് അതനുസരിച്ച് ട്രാക്ക് ചെയ്ത് പോയി കിട്ടും എന്നാണ് ഒരു വിശ്വാസം. ഇവിടെ ഞാൻ ബാറ്ററി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സാധനമാണ് ഡ്രോൺ. ഇത് മിനി പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇത് മിനി 4 Pro ആണ്. പ്രോ എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ടച്ചുള്ള എല്ലാ ഫങ്ഷൻസും ഇതിൽ ഓൾറെഡി ഉണ്ട്. വെയിറ്റ് കുറവായതുകൊണ്ടാണ്, ലൈസൻസ് വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഇതിന് മിനി എന്നുള്ളൊരു പേരും കൂടെ വരുന്നത്. ഇത് കുറച്ചും കൂടി കോമ്പാക്റ്റാണ്. നമ്മുടെ ഒരു കയ്യിൽ നിൽക്കുന്ന സാധനമാണ്. ഇതാണ് നമ്മളുടെ ഡ്രോൺ. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്തത് കൺട്രോളർ ഒന്ന് ഓണാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് കൺട്രോളർ. ഇവിടെ ആൻറ്റിനയുണ്ട്. കൺട്രോളറിലും ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കൺട്രോളറിലും ബാറ്ററി മെമ്മറി കാർഡ് ഇടേണ്ട സ്ഥലമുണ്ട്. അതിവിടെ കാണാം. ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഉണ്ട്. കൺട്രോളർ ചാർജ് ചെയ്യണം. ഒരു മോണിറ്റർ വരുന്നുണ്ട്, ചാർജ് ചെയ്യണം. ഇൻ കേസ് കൺട്രോളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, ഇപ്പോൾ കൺട്രോൾ ഓഫായി പോയാൽ ഡ്രോൺ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് ടു ഹോം. കൺട്രോളിൽ ചാർജ് ചെയ്യണം. ഒരു മോണിറ്റർ വരുന്നുണ്ട്, ചാർജ് ചെയ്യണം. കൺട്രോളറിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ, ഇൻ കേസ് ചാർജ് തീർന്നു പോയാൽ, നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് ടു ഹോം എന്ന് പറഞ്ഞിട്ട് കൺട്രോളർ എവിടെയാണ് ഉണ്ടായിരുന്നത് അവിടേക്ക് തിരിച്ചു വരും. കൺട്രോളർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അതിന് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 100 മീറ്റർ ഹൈറ്റിന് പറന്ന് വരുന്നുണ്ട്, 30 മീറ്റർ ഹൈറ്റിൽ പറന്ന് വരുന്നുണ്ട്, 100 മീറ്ററിന് ഹൈറ്റിന് പറന്ന് വരുന്നുണ്ട്. അതിൻ്റെ എന്താണ് വ്യത്യാസം എന്നുള്ളത് ഞാൻ അതിനുള്ള വീഡിയോയിൽ പറയുന്നതാണ്. ഇവിടെ ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ ഒരു സിനിമ മോഡ് വരുന്നുണ്ട്, ഒരു സ്പോർട്സ് മോഡുണ്ട്, നോർമൽ മോഡുണ്ട്. സിനിമയുടെ C ആണ്, നോർമലിൻ്റെ N ആണ്, സ്പോർട്സ് മോഡിന് S ഉണ്ട്. ഞാൻ സ്പോർട്സ് മോഡ് ഇതിൽ ചെക്ക് ചെയ്ത് നോക്കിയില്ല. ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് ഉടനെ വീണ്ടും പ്രസ് ചെയ്യണം. രണ്ടാമത്തെ പ്രസ് ലോങ് പ്രസ് ചെയ്യണം, അപ്പോഴേക്കും ഓൺ ആവുള്ളൂ.
ഓൺ ആയിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റെ റിമോട്ടിൻ്റെ ജോയ്സ്റ്റിക്ക് ഇവിടെയാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡ്രോണും അതുപോലെ തന്നെയാണ്. ഡ്രോണിൻ്റെ ഇവിടെയാണ് എൻ്റെ ഹോം ബട്ടൺ വരുന്നത്. ആ ബട്ടൺ പ്രസ് ചെയ്ത് ഒരു സിംഗിൾ പ്രസ് തൊട്ട് ഉടനെ തന്നെ ഒരു ലോങ് പ്രസ് ചെയ്യണം. രണ്ട് തവണ പ്രസ് ചെയ്താലേ സിസ്റ്റം ഓൺ ആവത്തുള്ളൂ. വെറുതെ നമ്മുടെ കൈ കൊണ്ട് ഒരു ടച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് സിസ്റ്റം ഓൺ ആവത്തൊന്നുമില്ല. 2 തവണ ടച്ച് ചെയ്താൽ മാത്രമേ ഓൺ ആവത്തുള്ളൂ. രണ്ടാമത്തെ ടച്ച് പെട്ടെന്ന് തന്നെ ചെയ്യണം. ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യണം. ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് രണ്ടാമത്തത് ലോങ് പ്രസ് ചെയ്താൽ ഇത് സ്റ്റാർട്ടാവത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ഐറ്റംസ്. ഇപ്പോൾ ചെയ്തിരുന്ന വീഡിയോ ടൈം കൂടുതലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഞാനത് ആദ്യം ചെയ്തത്, ഞാൻ അൺബോക്സിങ് വീഡിയോ പോയിട്ട് ഞാൻ ക്യാമറയുടെ മുന്നിൽ പോലും ഞാൻ അങ്ങനെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നത്. എൻ്റെ പഴയ ചാനലിലും ഞാൻ ക്യാമറയുടെ മുന്നിൽ അങ്ങനെ വന്നിട്ടില്ല. നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് എങ്ങനെയെങ്കിലും വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കമൻറ്റ് ചെയ്യണം എന്താണ് അഭിപ്രായം എന്നുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി കൂടെ സംസാരിച്ച് ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ക്യാമറയുടെ മുന്നിൽ വന്നിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ ഓക്കെ, ഇനി കൂടെ നീട്ടുന്നില്ല. നമുക്കിനി ഇതൊന്ന് ട്രയൽ ചെയ്യണം. ട്രയൽ ചെയ്തിട്ട് എൻ്റെ വീഡിയോ അയച്ചു തരാം. ഓൾറെഡി ഞാൻ ട്രയൽ ചെയ്തു, ഞാൻ വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ചെയ്തു തരാം. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമുക്കിതിനടുത്ത് ഫ്ലൈ ചെയ്ത് അതിൻ്റെ വീഡിയോസ് കാണിക്കാം. ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യുന്നതാണ്. ജോയ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒരു ബാലൻസിങ് ആണ്. നമ്മുടെ ഫിംഗർ കൊണ്ട് ബാലൻസ് ചെയ്യണം. ജോയ്സ്റ്റിക്കിനോടൊരു ബാലൻസ് കൊണ്ടുവരണം. ആ ബാലൻസ് ചെയ്ത് തുടങ്ങി പഠിച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അത് മുന്നോട്ട് പകർത്തി നോക്കി നമുക്കതിൻ്റെ വിഷ്വൽസ് എങ്ങനെയാണെന്ന് നോക്കി പഠിക്കാം. തുടർന്ന് ഇതിൻ്റെ ഓരോ ഫംഗ്ഷനും കൃത്യമായി ഇതിൻ്റെ ഇടവേളകളിൽ ഓരോ ഫംഗ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു തരുന്നിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ഫംഗ്ഷൻസും മലയാളത്തിൽ തന്നെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അത് എൻ്റെ കൃത്യമായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതുപോലൊരു പ്രോഡക്റ്റ് മേടിച്ചാൽ മതി. വെറുതെ എമൗണ്ട് കൊണ്ട് പറത്തി കളിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വലിയ എമൗണ്ട് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമുക്കിതിൻ്റെ മറ്റ് കാര്യങ്ങളോട്ട് ഇപ്പം ഫ്ലൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളും നോക്കണം. എല്ലാം കൃത്യമായ വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.